ഹായ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വിന്നാട്ട് പാസ് എന്നുള്ള ഒരു ട്രെക്കിംഗ് പ്ലേസ് ആണ്. വീഡിയോയിലേക്ക് പോകാം. ഇത് ഷെഫീൽഡിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് പോകുമ്പോൾ വരുന്ന കാസ്റ്റൽ ടൗൺ എന്ന് പറഞ്ഞ ടൗൺ കഴിഞ്ഞ് വരുന്ന അതിമനോഹരമായ രണ്ട് മലനിരകൾക്കിടയിൽ കൂടെ പോകുന്ന ഒരു റോഡാണ്. ഇതാണ് മാഞ്ചസ്റ്ററിലേക്കുള്ള മെയിൻ റോഡും. ഇതിൻ്റെ പൊക്കത്ത് നമുക്ക് ട്രെക്ക് ചെയ്ത് കയറാൻ പറ്റും. നമ്മളിപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ എത്രത്തോളം വരുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അത്ര മനോഹരമാണ്. നമ്മൾ ഈ റോഡ് കുറച്ച് നാളായിട്ട് പണി കാരണം അവിടെ ബ്ലോക്കായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓപ്പണാണ്. ഇപ്പോൾ ഞങ്ങൾ അതിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇതിൻ്റെ വ്യൂസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കയറ്റം കയറി മേളിലെത്തിക്കഴിഞ്ഞ് അവിടെ നിന്നാണ് ആൾക്കാർ ഇതാ മുകളിൽ കൂടെ നടന്നു പോകുന്നതായി കാണുന്നുണ്ട്. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. രണ്ട് വഴി നമുക്ക് പോകാം. ഇപ്പുറ സൈഡ് വേറൊരു കാർ പാർക്കിംഗ് ഉണ്ട്. അവിടെ വണ്ടി വെച്ചിട്ട് വേണമെങ്കിൽ അപ്പുറേ മലനിരകളിൽ നമുക്ക് കയറാം. ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ടും പോകാം. ഞങ്ങളിപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ആ മലയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ ഏകദേശം മുകൾ ഭാഗത്തെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. ഇവിടെ വേറെ ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങൾ അന്നേരം മുകളിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. അനിയനൊക്കെ അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് വശത്ത് ചെളിയുണ്ട്. അത് സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ. അതിന് രക്ഷയില്ലാത്ത വ്യൂ ആണ്. കാരണം നമ്മൾ ഏകദേശം മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബട്ട് എനിക്കത് ക്ലിയർ അല്ല. എനിക്കിവിടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കത് ക്ലിയർ ആവുന്നതാണ്. അതാണ് വണ്ടികൾ വരുന്നത് കണ്ടോ. ഓരോ വണ്ടികളും നല്ല അത്ര ലോങ്ങിൽ നിന്ന് വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. വളരെ ചെറുതായിട്ടാണ് ഹൈറ്റ് കൂടിക്കൂടി വരികയാണ്. നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടില്ല. ഇനിയും അങ്ങോട്ട് പോകാറുണ്ട്. ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചേക്കാം.
ഏകദേശം നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാ ഇങ്ങനെയാണ്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. നമ്മൾ താഴേക്കൂടെ പോയപ്പോൾ കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസിനെക്കാളും കൂടുതലായിട്ട് മേളിൽ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനാവാതെ അത്ര ബ്യൂട്ടിയാണ്. ഇവിടെ വൺ ടൈം എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഈ റൂട്ടിൽ കൂടെ എല്ലാവരും ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഈ ട്രെക്ക് ചെയ്തതിൻ്റെ പൊക്കത്ത് കയറിയിട്ടുള്ള വ്യൂ ആരും കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ റൈറ്റ് സൈഡിൽ ഇഷ്ടംപോലെ ട്രാവലേഴ്സ് ട്രാവൽ ചെയ്ത് പോകാറുണ്ട്. പക്ഷെ മലയാളികൾക്കൊക്കെ ഇവിടെ നിയറസ്റ്റ് ഷെഫീൽഡിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല. 10-15 മൈലിനുള്ളിൽ തന്നെ വരുന്നൊരു സ്ഥലം കൂടെയാണ്. നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. മാഞ്ചസ്റ്റർ പോകുമ്പോൾ ജസ്റ്റ് ഇത് കാണുക എന്നുള്ളതല്ലാണ്ട് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ാണ്. പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു വന്നത്. ഞങ്ങളത് മേളിൽ നിന്ന് കഴിച്ചു. ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങാൻ ചൂസ് ചെയ്ത വഴി എന്ന് പറഞ്ഞാൽ വന്ന വഴിയല്ല, നേരെ താഴേക്ക് ഇറങ്ങാനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ശ്രദ്ധിച്ചിറങ്ങണം, അത് ഇത്തിരി റിസ്കി ആയിട്ടുള്ള വഴിയാണ്. ഞങ്ങൾ ചുമ്മാ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി അതിൽ ഇറങ്ങിയെന്ന് മാത്രം. ഞങ്ങൾ നേരെ താഴേക്ക് അവിടുന്ന് ആ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഞങ്ങളിപ്പം പയ്യെ ഇറങ്ങാനായിട്ട് കുറച്ച് അധികം ഉണ്ട്. മീൻസ് ഒറ്റയടിക്ക് നമുക്ക് ഇറങ്ങാവുന്നതല്ല, നല്ല ഹൈറ്റ് ഉണ്ട്. അത് വീഡിയോയിൽ എത്രത്തോളം തിരിയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. അവിടെ പോയി നിന്നാലേ അത് മനസ്സിലാക്കാൻ വഴിയുള്ളൂ. ഇവിടുന്ന് ഇറങ്ങുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വന്ന വഴി തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഒരു പകുതിയോളം ഞങ്ങളിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇറങ്ങാനായിട്ട് കുറച്ച് പാടുണ്ട്. അതായത് നമുക്ക് നല്ല ചെരിവുണ്ട്. അത് എത്രത്തോളം ഒന്നും മനസ്സിലാക്കാൻ കഴിയത്തില്ല. ചില സ്ഥലങ്ങളിൽ നല്ല ഡെപ്ത് ഉണ്ട്.
10-15 മിനിറ്റ് മീൻസ് മൈലാണ് നമുക്ക് അവിടേക്കുള്ളത്. സാറ്റർഡേ സൺഡേ ഒക്കെ പോകാൻ പറ്റിയ അതിമനോഹരമായ സ്ഥലം. ഞങ്ങൾ വന്ന റോഡ് ഏകദേശം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഹൈറ്റിൻ്റെ പുറത്തുനിന്നായിരുന്നു ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നത്. ഏകദേശം ഈ വളവിൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ മുകളിലേക്ക് നടന്നു പോവുകയായിരുന്നു. ഇഷ്ടംപോലെ വണ്ടികൾ അതിലെ പാസ് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ അതിലെ നടന്നു പോകുന്നുണ്ട്. മറ്റൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.